ഹലോ, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അല്ല, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഭക്ഷണപ്രിയരാണ് ഒരുമാതിരി എല്ലാ മലയാളികളും, അല്ലെ? ഞാനൊക്കെ ആണെങ്കിൽ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വാരി വലിച്ചു കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തനി നാടൻ കേരളീയ ഭക്ഷണങ്ങൾ എൻ്റെതായിട്ടുള്ള ചെറിയൊരു ടച്ച് കൊടുത്തിട്ട് പുതിയ പുതിയ ഡിഷസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. കുറേ റെസിപ്പീസ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാനൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നത്. അതേപോലെ എൻ്റെ ചാനലിലെ പുതിയ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് റെഡിയാക്കുന്നതെന്ന് കാണണ്ടേ? നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല കിഡിലും ടേസ്റ്റിലുള്ള ഓലനാണ്. നമ്മൾ സാധാരണ ഓലനൊക്കെ ചെയ്യുമ്പോൾ ഒന്നിൽ അതിൽ തേങ്ങാപ്പാൽ ചേർക്കും, അല്ലെങ്കിൽ വൻപയറോ വെള്ളപ്പയറോ അങ്ങനെയൊക്കെ ചേർക്കും. ഇതൊന്നുമില്ലാതെ തന്നെ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ഓലൻ എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വിന്റർ മെലൺ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ വെച്ചിട്ടും നമ്മൾ ഓലൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നിറയെ കറിവേപ്പില വേണം. എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിൽ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 5-6 നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും വേണം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് തോന്നരുത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ആദ്യം തന്നെ നമുക്ക് ഈ വിന്റർ മെലൺ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരുമാതിരി എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് കാണിക്കാം കേട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ 2 സൈഡും കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ആദ്യമേ ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം നമുക്ക് സൂക്ഷിച്ച് ഇതേപോലെ ഇതിൻ്റെ പുറം ഭാഗത്തെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വാഷ് ചെയ്യുന്നില്ല ഞാൻ കേട്ടോ. ഇത് ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ട് ഇത് വീണ്ടും നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്ത് ആ ഓരോ പീസിനെയും വീണ്ടും 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ ഇതിൻ്റെ നടുവിലുള്ള ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ ഈ വെജിറ്റബിൾ വലിയതായിട്ട് തോന്നുമെങ്കിലും ശരിക്കും ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗവും പുറം തൊലിയും കളഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പാർട്ട് മാത്രമാണ് ഈ ഓലിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ 8 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം 1 ഇഞ്ച് നീളമുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് സ്ക്വയർ പീസസ് ആയിട്ടോ ക്യൂബായിട്ടോ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ ഇതേപോലെ ഓരോ ഇഞ്ച് വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതേപോലെ ബാക്കിയുള്ള എല്ലാ പീസസും കട്ട് ചെയ്തെടുക്കാം. ഒരു കട്ടറിൽ വെച്ചിട്ട് കട്ട് ചെയ്താൽ നമുക്കിത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ എല്ലാ പീസസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ അതിൻ്റെ ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട്
നമുക്കിത് നടുവിലെ കട്ട് ചെയ്തിടാം. ഞാൻ ഈ പച്ചമുളക് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് നടുവേ ഇതൊന്ന് പിളർന്ന് വേണം ഈ കറിയിലേക്ക് ചേർക്കാനായിട്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഈ കറിയിലേക്ക് ചേർക്കാം. നല്ലതുപോലെ എരിവ് വേണമെങ്കിൽ കുറച്ചേറെ ചേർക്കാം. ഒരുപാട് എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 പച്ചമുളക് ചേർത്താൽ മതിയാവും. പക്ഷെ ശരിക്കും ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഈ കറിയുടെ ഒരു കിക്കെന്ന് പറയുന്നത്. ഞാൻ കറിവേപ്പിലയും നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴേ നമ്മുടെ കറിയിലേക്ക് ഇതിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ ഇറങ്ങുള്ളൂ. ഇനി കറി റെഡിയാക്കാനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വിന്റർ മെലൻ്റെ പീസസ് ചേർക്കണം. നമുക്ക് ആദ്യമേ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് വഴറ്റുന്നു ഒന്നുമില്ല കേട്ടോ. നേരെ നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്നും പച്ചമുളകിൽ നിന്നും പകുതി ഭാഗം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം. ഞാനിതിലേക്ക് ഒരല്പം കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാൻ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഈ പീസസൊക്കെ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യണം. ജസ്റ്റ് ഇത് ഒന്ന് ഉടച്ചു കൊടുത്ത് നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ കട്ടായി വരുന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില കട്ട് ചെയ്ത് ചേർക്കാം. അതോടൊപ്പം തന്നെ ബാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിന് മെയിനായിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റിൽ ചേർക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ കറി വേറെ ലെവലിലാണ് ടേസ്റ്റ് വരുന്നത്. ഈ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാമേ. ഈ കറി കണ്ടിട്ട് നിങ്ങൾ അയ്യോ ഇതെന്താ ഇതിപ്പോൾ കുറച്ച് വെള്ളമായിട്ട് കിടക്കുന്നു, കുറച്ച് പീസ് സെപ്പറേറ്റ് കിടക്കുന്നു, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഇതൊരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ ഇത് എത്ര അടിപൊളിയാണെന്ന് മനസ്സിലാവുള്ളൂ. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ ഈ ഒരു പച്ചമുളകൊക്കെ എടുത്ത് ചോറിലേക്കൊന്ന് ഉടച്ച് കഴിച്ചാലുണ്ടല്ലോ, എന്താ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളാണിത്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.